കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു ലോഞ്ച് ഇവൻ്റ് എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഓരോ പ്രൊഡക്റ്റുകളെ കുറിച്ചാണ്. ആദ്യം തന്നെ നമ്മളുടെ കൂടെയുള്ളത് ടാറ്റയുടെ ഇൻട്ര എന്ന് പറയുന്ന സീരീസിൽ ഉൾപ്പെടുന്ന V20 CNG. അതായത് ഇൻട്രയ്ക്ക് V20 എന്ന് പറയുന്ന എഡിഷൻ നേരത്തെ മുതലുണ്ട്. ഈ ഒരു ഇവൻറ്റിൽ ലോഞ്ച് ചെയ്തതായിരുന്നു ഇൻട്ര V20 CNG എന്ന് പറയുന്ന ബൈ ഫ്യുവൽ ടെക്നോളജി. അപ്പോൾ ആ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങൾ, അതിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ, അതിൽ എന്തൊക്കെ സംഭവങ്ങളുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ടാറ്റയുടെ ഇൻട്ര സീരീസുകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻട്ര V10 ആരംഭിക്കാവുന്നതാണ്. അത് തൊട്ടപ്പുറത്ത് നമുക്ക് പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1000 അതിൻ്റെ പേലോഡ് കപ്പാസിറ്റി വരുന്നത്. 8.2 ഫീറ്റ് ലോങ്ങുമാണ് എന്നുള്ളതാണ്. രണ്ടാമത്തെ ഓപ്ഷനാണ് V20 എന്ന് പറയുന്നത്. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. V20യിലേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 1000 kg ആണ്. അതായത് പേലോഡ് വരുന്നത് 1000 kg ആണ്. 8.8 ഫീറ്റ് ലോങ് ആണ് എന്നുള്ളതാണ് ഒരു വലിയ പ്രത്യേകത. അതായത് നമ്മൾ കണ്ട V10നേക്കാളും കുറച്ചുകൂടി നീളം കൂടുതലാണ്. ഇനി ഇതിൻ്റെ തൊട്ട് മുകളിലേക്ക് വരുന്നത് V30 ആണ്. V30യിലേക്ക് വരുന്ന സമയത്ത് 1300 പേലോഡ് വരുന്നത്. 8.8 തന്നെ കേട്ടോ ഫീറ്റ് ലെങ്ത് വരുന്നത്. അത് V30ക്ക്. അപ്പോൾ ഇതാണ് ഇൻട്ര സീരീസ്. ഇനി V50 നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. കാണുന്ന സമയത്ത് ഇവിടെ നമുക്ക് ശരിക്കും ഒരു ആക്സിഡൻറ്റ് ബാർ ഉണ്ടല്ലേ, ഫ്രണ്ട് കൊളീഷൻ ബാർ എന്ന് പറയുന്ന സാധനമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം വീണ്ടും നമ്മൾ ഓർത്ത് പറയണം. അപ്പോൾ അതിന് ഇവിടെ നമുക്ക് ഇൻട്ര പിക്കപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ബാഡ്ജിങ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. തൊട്ടിപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ V20 AC എന്ന് പറഞ്ഞിട്ടൊരു ബാഡ്ജിങ് കാണാം. അതായത് V20 AC ഇല്ലാത്ത മോഡലാണെങ്കിൽ ഈ AC എന്ന് പറയുന്ന ബാഡ്ജിങ് ഇതിനകത്ത് ഉണ്ടാവില്ല കേട്ടോ. ജസ്റ്റ് V20 എന്ന് മാത്രം. അത് V30 ആണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കുക. ഒരു ക്രോം ബാഡ്ജിങ്ങിനകത്ത് ടാറ്റ മോട്ടോഴ്സിൻ്റെ ലോഗോ കാണാം. ശരിക്കും ഈ ടാറ്റ മോട്ടോഴ്സിൻ്റെ ലോഗോ എന്ന് പറയുന്ന സമയത്ത് ഒരു ഇന്ത്യൻ ബ്രാൻഡ് അല്ലേ, ടോപ്പ് സെല്ലിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ LCV അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ മേഖലകളിൽ ടോപ്പ് സെല്ലിംഗ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് ടാറ്റ എന്നുള്ളത് നമുക്ക് അഭിമാനത്തോടെ എടുത്തു പറയാവുന്നൊരു കാര്യമാണ്. അതുപോലെ അവിടെ നമുക്ക് ഗ്രില്ലിൻ്റെ ഭാഗവും കാര്യങ്ങളൊക്കെ കാണാം. ഇത് ശരിക്കും ഒരു ക്രോമിയം പ്ലേറ്റിംഗ് ഒന്നല്ല, ഒരു പ്രത്യേകതരം കളറാണ്. കുറച്ചൊരു ഗ്ലോസി ആയിട്ടുള്ള സ്റ്റൈലിലാണ് അത് കൊടുത്തുള്ളത്. അതുപോലെ തന്നെ ഹെഡ് ലാമ്പ് യൂണിറ്റ് അതിൻ്റെ മുകളിലാണ് ഇൻഡിക്കേറ്ററിനെ ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു ഹാലജനായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത്. താഴെ വന്നു കഴിഞ്ഞാൽ എയർ ഡാം, അതുപോലെ തന്നെ ബമ്പർ യൂണിറ്റുകളും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ ഒരു ഫേക്ക് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഫേക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഡിസൈൻ, അതായത് ഒരു ഫോഗ് ലാമ്പിൻ്റെ സ്റ്റൈലിൽ ഒരു ഡിസൈൻ എലമെൻറ്റ് നമുക്ക് അവിടെ കാണാൻ കഴിയും. പിന്നെ 2 വൈപ്പറുകൾ കാണാം. വലിയ വിൻഷീൽഡാണല്ലേ, അതായത് നമുക്ക് നല്ലൊരു വിസിബിലിറ്റി കിട്ടാവുന്ന തരത്തിൽ തന്നെ ക്രമീകരിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഡിസൈൻ എലമെൻറ്റുകളെ കുറിച്ച് പറയുന്ന സമയത്ത് ഇത് ഭയങ്കര ഒരു ലൈറ്റ് വെയ്റ്റ് പിക്കപ്പാണ്. പക്ഷേ എന്നിരുന്നു കഴിഞ്ഞാലും അതൊരു ഭയങ്കര ക്യൂട്ടായിട്ട് നിർമ്മിച്ചിട്ടുണ്ട് എന്ന് പറയാം. അതിൻ്റെ ആ ഒരു ഫ്ലോട്ടിങ് സ്റ്റൈൽ, അതുപോലെ തന്നെ ആ ഒരു ഫ്രണ്ട് ഭാഗമൊക്കെ കാണുന്ന സമയത്ത് കുറച്ചുകൂടി ഒരു അട്രാക്റ്റീവാണ് എന്നുള്ള രൂപത്തിലാണ്. ഇനി നമ്മൾ ഇൻട്ര V20യുടെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് CNG ആണ് എന്നുള്ളത് ഹൈലൈറ്റ് ചെയ്യുന്നത് സൈഡ് പ്രൊഫൈലിലാണ് മെയിൻ എന്ന് പറയാം. ഒന്ന് CNG ടാങ്ക്, അതൊരു വൈറ്റ് കളറായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ നമുക്ക് CNGയുടെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും സൈഡിലാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. 1000 kg ആണ് ഇതിൻ്റെ പേലോഡ് കപ്പാസിറ്റി എന്ന് ഞാൻ പറഞ്ഞു. 8.8 ഫീറ്റാണ് ഈ പേലോഡ് കപ്പാസിറ്റിയുടെ നീളം വരുന്നത്. അതായത് അത്യാവശ്യം നല്ല നീളമുള്ള ഒരു ഏരിയയാണ്. 1000 കിലോഗ്രാം വരെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് കൂടി ശ്രദ്ധിക്കണം. പിന്നെ ഒരു കാര്യം, 175 മില്ലിമീറ്ററാണ് ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മോശമായിട്ടുള്ള റോട്ടിലേക്കൊക്കെ അനായാസേന കൊണ്ടുപോകാൻ ഈ ഒരു വാഹനത്തിന് സാധിക്കുമെന്നുള്ളത്. അപ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ കാര്യം പറയുന്ന സമയത്ത് ഗ്രേഡബിലിറ്റിനും കൂടി പറയാം. അതായത് ഗ്രേഡബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഡിഗ്രിയൊക്കെ നമുക്ക് ചെരിച്ച് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത്. പെട്രോളിലാവുന്ന സമയത്ത് 38ഉം CNGയിലേക്ക് വരുന്ന സമയത്ത് 31 ഡിഗ്രിയാണ് ഇതിൻ്റെ ഗ്രേഡബിലിറ്റി വരുന്നത്. ഇവിടെ നമുക്ക് 14 ഇഞ്ച് ഒരു ടയർ കാണാം. ശരിക്കും ഇത് അലോയ് ഡിസൈനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ ക്രമീകരിച്ചിട്ടുള്ളത്, പക്ഷേ ഒരു പ്ലാസ്റ്റിക്കാണ്. അതൊരു ഡിസൈൻ എലമെൻ്റായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഉപയോഗത്തെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു 1000 കിലോഗ്രാമാണ് ഇതിൻ്റെ പേലോഡ് കപ്പാസിറ്റി എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് 1000 കിലോഗ്രാം വരെയുള്ള എന്തും കൊണ്ടുപോകാം. നമുക്ക് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് വെള്ളം എത്തിക്കാൻ സൗകര്യമുണ്ട്, അതുപോലെ പാലെത്തിക്കാൻ, അങ്ങനെ എന്ത് ഇപ്പോൾ 1000 കിലോൻ്റെ ഒരു കരിങ്കല്ല് കൊണ്ടുപോകാൻ പറ്റുമെന്ന് വെച്ചാൽ കൊണ്ടുപോകാം, തെറ്റൊന്നുമില്ല. അതിന് മാത്രം കപ്പാസിറ്റി ഉണ്ട് എന്നാണല്ലോ കമ്പനി തന്നെ അവകാശപ്പെടുന്നത്. ഇത് നമ്മൾ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇൻട്ര പിക്കപ്പിൻ്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എഴുതിയ നല്ല രസമുണ്ടല്ലോ, ഇൻട്ര എന്ന് പറയുന്ന ആ ഒരു ഫോണ്ടിങ്, അത് നൈസായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ താഴ്ഭാഗത്ത് നമുക്കൊരു ടെയിൽ ലാമ്പ് യൂണിറ്റ് കാണാം. ഈ ടെയിൽ ലാമ്പ് ഒരു പ്രത്യേക രസമാണ് വെച്ചാൽ LED പോലെയാണ് ക്രമീകരിച്ചില്ലേ, അത് കൊള്ളാം, നൈസ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സ്പെയർ വീലുകളുടെയും ക്രമീകരണം ബോഡിയുടെ താഴ്ഭാഗത്തായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുന്ന സമയത്ത്, അതായത് ഹൃദയത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ഒരു 1.2 ലിറ്റർ 3 സിലിണ്ടർ ബൈ ഫ്യൂവൽ എഞ്ചിനാണ്. ബൈ ഫ്യൂവൽ CNG എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. അതായത് ഒരു പെട്രോളും ഇതിനകത്ത് വർക്ക് ചെയ്യും. നമുക്ക് 2 ഫ്യൂവലുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ബൈ ഫ്യൂവൽ എന്ന് പറയുന്നത്. അത് പെട്രോളിലാവുന്ന സമയത്ത് 43 കിലോവാട്ട് പവർ ഉൽപ്പാദിപ്പിക്കുകയും CNGയിലേക്ക് വരുന്ന സമയത്ത് 39 കിലോവാട്ട് പവർ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഇനി ഈ വാഹനത്തിൻ്റെ
ഇതിൻ്റെ ബോഡിയുടെ നീളത്തെയും വീതിയെയും കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 2625 മില്ലിമീറ്ററും 1540 മില്ലിമീറ്ററുമാണ് എന്ന് പറയാം. ഇനി ഈ വാഹനത്തിൻ്റെ ടോർക്കാണ് ചോദ്യം. 106 ഈ വാഹനത്തിൻ്റെ ടോർക്കും വരുന്നത് എന്നുള്ളതാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്കാണ്. ബ്രേക്കിനെ കുറിച്ച് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു സംശയമായിരിക്കും എങ്ങനെയാണ് ബ്രേക്ക് വരുന്നത് എന്നുള്ളത്. അത് ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് ഡിസ്ക് ബ്രേക്കും ബാക്കിലേക്ക് വരുന്ന സമയത്ത് ഡ്രം ബ്രേക്കുമാണ് എന്നുള്ളതാണ്. അപ്പോൾ തന്നെ ഇവിടെയും നമുക്കൊരു CNGൻ്റെ ഒരു ട്യൂബാണ് കേട്ടോ. 2 സൈഡിലായിട്ട് CNG ക്രമീകരിച്ചുള്ളത്. അപ്പം കുറച്ചധികം ദൂരം കിട്ടുമായിരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ റേഞ്ച് ടാറ്റ മോട്ടോഴ്സ് അനൗൺസ് ചെയ്തിട്ടില്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല. പറയുമായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഇപ്പോഴത്തെ സൈഡിൽ ഇവിടെ നമുക്ക് പെട്രോളിൻ്റെ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് പെട്രോൾ ഫ്യൂൽ ചെയ്യാനുള്ള ഭാഗത്ത് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ പെട്രോൾ എന്ന് പറഞ്ഞിട്ട് സ്റ്റിക്കറൊക്കെ കൊടുത്തിട്ടുണ്ടല്ലേ. പിന്നെ ഈ ഭാഗത്ത് ഇവിടെ നമുക്ക് നമ്മളുടെ മീറ്ററൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് ഗേജ്, അതായത് ഫില്ല് ചെയ്യുന്ന സമയത്ത് ഇതിലിപ്പോൾ എത്രയുണ്ട്, ഇനി എത്ര ചെയ്യണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക. എനിക്ക് തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ സിസ്റ്റം ആക്കിയത് രണ്ടിനും കൂടി ചേർത്തിട്ട്, അതായത് ഇവിടുത്തെ ഇതിൻ്റെ കണക്ഷനും അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലത്തെ കണക്ഷനും കൊണ്ടുവന്നിട്ട് ഒറ്റ ഫില്ലിംഗ് സിസ്റ്റം ചെയ്തേക്കുന്നതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതരത്തിൽ ഇവിടെ ഒരു കോമൺ ഫില്ലിംഗ് ഗേജ് അവിടെയാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ തോന്നിയത്, അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞതും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തെ വിശേഷങ്ങളൊന്നും നോക്കാം. ഇനി നമ്മൾ അകത്തേക്ക് പോവുകയാണ്. അതായത് ഇൻറ്റീരിയറിൽ വന്നിട്ടുള്ള മാറ്റങ്ങളുണ്ടോ എന്ന് അറിയണം. അതിന് മുമ്പ് സ്നോർക്കൽ ഇവിടെ ഉണ്ട് കേട്ടോ. അതായത് എക്സോസ്റ്റ് വെള്ളത്തിൽ മുങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നമ്മുടെ വിൻഡോൻ്റെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ കാണാം. തിരിച്ച് ചെയ്യുന്നതാണ്. അതൊന്നും ഇലക്ട്രിക്കലായിട്ട് അപ്ഗ്രേഡ് ആയിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഡോർ ലോക്ക് ആൻഡ് ലോക്കും അതുപോലെ തന്നെ ഡോർ ഹാൻഡിൽസ്, അതുപോലെ തന്നെ വാട്ടർ ബോട്ടിൽ ഹോൾഡർ, ഒരു മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ഭാഗവും കൊടുത്തിട്ടുണ്ട്. ഇൻറ്റീരിയറിലേക്ക് നോക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഒരു മോഡേൺ അപ്പീൽ കിട്ടുന്നുണ്ടല്ലേ. ഫാബ്രിക് അപ്പോൾസിയോട് കൂടിയിട്ടാണ് സീറ്റുകൾ വന്നിട്ടുള്ളത്. പക്ഷേ കൊമേഴ്ഷ്യൽ വെഹിക്കിളിൽ ഉണ്ടാവുന്ന പോലെ തിക്നെസ് കുറഞ്ഞ ഒരു സീറ്റുകളാണ്. അങ്ങനെ നമുക്ക് റിക്ലൈൻ ചെയ്യാൻ പറ്റും. അത് നമുക്ക് പെട്ടെന്ന് പോയി വീടും. കൊള്ളാം. ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കുന്നൊരു ഫീലുണ്ട്. ബാക്കിലേക്ക് റിക്ലൈൻ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ വണ്ടി ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ദീർഘദൂരം നിരന്തരമായിട്ട് യാത്ര ചെയ്യുന്ന ആളുകളായിരിക്കും. ആ ആളുകൾക്ക് ബാക്ക് സപ്പോർട്ട് നല്ല സൂപ്പറാണ്. മറ്റേ കാറിലൊക്കെ ഇരിക്കുന്ന പോലെ കുഷ്യനോട് ഇരിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇരുത്തം എന്ന് നമുക്ക് പറയാൻ പറ്റും. സ്റ്റിയറിംഗ് വീൽ ഇതിൻ്റെ പൊസിഷൻ കണ്ടോ, കറക്റ്റ് കണ്ട് മുകളിലേക്ക് ഫ്ലാറ്റായിട്ട് നിൽക്കുന്ന പോലെയാണ് സ്റ്റിയറിംഗ് വീലിനെ ക്രമീകരിച്ചുള്ളത്. AC വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഡിജിറ്റൽ പോലെയാണ് ക്രമീകരിച്ചുള്ളത്. അതും നൈസ്. അതെനിക്ക് ഒരു ഐഡിയ അടിപൊളിയായിട്ട് തോന്നി. അതുകൊണ്ടോ അത് ഓണാക്കാൻ ഇപ്പോൾ ചാവി നമ്മുടെ കയ്യിലില്ല, അതുകൊണ്ട് അത് ഓണാക്കാൻ കഴിയില്ല. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ AC വേരിയൻ്റ് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ വാഹനത്തിനകത്ത് AC-നെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇനി ഡാഷ്ബോർഡിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു എലമെൻറ്റ് ഒരു പിയാനോ ഗ്രീൻ എന്ന് പറയാം, അതായത് ഒരു ഗ്ലോസി ആയിട്ടുള്ള ഒരു ഗ്രീൻ കളർ പോലെ ക്രമീകരിച്ചിട്ടുണ്ട്. അതിനകത്ത് ടാറ്റയുടെ ഒരു മ്യൂസിക് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. മ്യൂസിക് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് USB കണക്ട് ചെയ്യാം. ആ തരത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു റേഡിയോക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തതെന്ന് തോന്നുന്നു. ചാവിയില്ലാത്തതുകൊണ്ട് വർക്ക് ചെയ്ത് കേൾപ്പിക്കാൻ കഴിയില്ല. പിന്നെ അതുപോലെ ഇവിടെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതായത് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വെക്കാം. ഈ AC വെൻറ്റിലൊക്കെ വെച്ച് നോക്കിയാൽ നല്ല രസമുള്ളൊരു സാധനം, അതായത് ഈ ഒരു ഡിസൈനുള്ള ഒരു സാധനം അതിനകത്ത് ഇറക്കി വെച്ച പോലത്തെ ഒരു ഫീലുണ്ട്. അതുപോലെ തന്നെ ഗ്ലോ ബോക്സ് കീട്ട് ലോക്ക് ചെയ്യാവുന്ന തരത്തിൽ ക്രമീകരിച്ചിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. അത് നൈസ്, കൊള്ളാം. പിന്നെ അതുപോലെ തന്നെ ക്ലൈമറ്റ് കൺട്രോളുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് AC-യുടെ കൺട്രോൾസിനെ കാണാം. ഗിയർ ഒരു 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് വന്ന സമയത്ത് ഒരു ഗിയർ ഷിഫ്റ്റ് അഡ്വൈസർ എന്ന് പറഞ്ഞൊരു സാധനം വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ, ഗിയർ മാറ്റുന്നതിന് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പൊസിഷൻ ഈ സ്റ്റിയറിംഗ് വീല് പറഞ്ഞ പോലെ തന്നെയാണ്. അതായത് ഡ്രൈവറുടെ ഹെൽത്തി പൊസിഷനാണ് എന്ന് പറയാം. കാറിലാകുമ്പോൾ വേറൊരു ഹെൽത്തി പൊസിഷനാണ്. അതായത് രണ്ടിനും 2 തരത്തിലുള്ള ഹെൽത്തി പൊസിഷനാണെന്ന് പറയാം. വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു ഹാൻഡ് ബ്രേക്കും നമുക്കിവിടെ കാണാം. ഈ ഒരു ഗ്യാപ്പൊക്കെ നോക്കിയാൽ ഇവിടെ ഒരാൾക്ക് വേണമെങ്കിൽ ഇരിക്കട്ടോ, നിർബന്ധമില്ല, വേണമെങ്കിൽ ഇരിക്കാം എന്നുള്ളതാണ്. ഇനി ഡ്രൈവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫാമിലി ആയിട്ട് ഒരു ചെറിയ കല്യാണത്തിനൊക്കെ പോകണമെന്നുണ്ടെങ്കിലും ഇതിട്ട് പോകാം, പ്രശ്നമൊന്നുമില്ല. ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഫിറ്റ് ചെയ്തുകൊണ്ടുള്ള തരത്തിലുള്ള ഡിസൈനാണ്. നല്ല ഹെഡ് റൂമുണ്ട്, നല്ല സ്പേഷ്യസ് ആണ്. അതുപോലെ തന്നെ എനിക്കും ഇരുന്നിട്ടാണ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ കാണാനില്ല. അതായത് നല്ല ഡീസൻ്റ് ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ റീഡിങ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അതൊരു സാധാരണ രീതിയിൽ ഇവിടെ നമുക്കൊരു സൺ വൈസർ കാണാം. ഈ വൈസറിൻ്റെ ഒരു പ്രത്യേകത എന്താ പറയുക, ഇത് ഇങ്ങോട്ട് പോരുന്നുള്ളതല്ല, നേരെ കുറച്ച് അത് അവിടെ ഇല്ല എന്നുള്ളതാണ്. അതായത് വൺ സൈഡ് ഡ്രൈവർക്ക് മാത്രമേ കൊടുത്തുള്ളൂ. അതൊരു വെറൈറ്റി. പിന്നെ ഇനി ഇതിൻ്റെ ചോദ്യം എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസ് എന്താണ് എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ CNGൻ്റെ പ്രൈസ് ഈ ലോഞ്ചിൽ ടാറ്റ അനൗൺസ് ചെയ്തിട്ടില്ല. V20-ൻ്റെ ബാക്കി എല്ലാ മോഡലിൻ്റെയും അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെന്താണെന്ന് ചോദിക്കേണ്ട, ഇതിനകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇവർ കെട്ടി തന്നൊരു സാധനമാണ്. അപ്പം ഇത്രയാണ് Intra V20 CNG എന്ന് പറയുന്ന മോഡലിനെ കുറിച്ച് നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. CNGയിലേക്ക് വരുന്ന സമയത്തുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ്റനൻസ് കുറച്ച് കുറവായിരിക്കും. കാരണം പെട്രോൾ പ്ലസ് CNG എന്നുള്ളൊരു ഓപ്ഷനിൽ വർക്ക് ചെയ്യുന്നതായതുകൊണ്ട് അതായിരിക്കും ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ കമ്പാരിറ്റീവ്ലി ഫ്യൂവലിൻ്റെത് കുറച്ചുകൂടി ലാഭമാണ് എന്നും കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നു. കുറച്ച് അധികം മൈലേജും ഒരു പക്ഷേ CNG പ്രൊവൈഡ് ചെയ്യുമായിരിക്കും. മൈലേജിൻ്റെ ഫിഗറും കറക്റ്റ് അനൗൺസ് ചെയ്യാത്തതുകൊണ്ട് നമുക്കിപ്പം അതിനെക്കുറിച്ച് പറയാൻ കഴിയില്ല. എന്തായാലും പെട്രോളിനേക്കാളും അല്ലെങ്കിൽ ഡീസലിനേക്കാളും കൂടുതൽ മൈലേജ് CNG, അതായത് ഈ
ഒരു ബൈ ഫ്യൂവലിലേക്ക് വരുന്ന സമയത്ത് ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു സാധാരണ ബിസിനസ് നടത്തുന്ന ആളുകൾക്കും അല്ലെങ്കിൽ ഒരു വലിയ ബിസിനസ് നടത്തുന്ന ആളുകൾക്കും ഒക്കെ അവരുടെ ലൈറ്റ് മെറ്റീരിയൽ ട്രാൻസ്പോർട്ടേഷൻ, അതായത് 1000 kg താഴെയുള്ള സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഉപകാരപ്രദമായിട്ടുള്ളൊരു സാധനം എന്ന് തന്നെ നമുക്ക് V20 എന്ന് പറയുന്ന മോഡലിൻ്റെ CNG എഡിഷനെ വിശേഷിപ്പിക്കാം എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു മോഡലിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് കാണാം. അത് കാണുന്നത് വരെ ചെറിയൊരു ബ്രേക്ക്.